ഇറാൻ അമേരിക്ക ചർച്ചകൾക്ക് ശേഷം ഇറാനുമായി കരാറിൽ ഏർപ്പെടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരായ ഏതൊരു അമേരിക്കൻ ആക്രമണവും ഒരു പ്രാദേശിക യുദ്ധത്തിന് കാരണം ആകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമനേയി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം. കഴിഞ്ഞ മാസം ഇറാനിലുണ്ടായ വമ്പിച്ച ജനകീയ പ്രതിഷേധത്തിൽ ഭരണകൂടം മാരകമായ നടപടികളാണ് കൈക്കൊണ്ടത്. ഇറാനിൽ നടന്ന കലാപത്തിൽ പങ്കെടുത്ത 24-കാരനായ എർഫാൻ സോൾട്ടാനിയെ ഇറാന്റെ ഇസ്ലാമിക വ്യവസ്ഥക്കെതിരായ പ്രചാരണം, ദേശീയ സുരക്ഷയ്ക്കെതിരെ പ്രവർത്തിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ജനുവരിയിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഏതെങ്കിലും സർക്കാർ വിരുദ്ധ പ്രകടനക്കാരെ വധിച്ചാൽ അമേരിക്ക ആക്രമണം നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ അറസ്റ്റിലായ എർഫാൻ സോൾട്ടാനെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ട്രംപ് സൈനിക നടപടിക്കൊന്ന് ഭീഷണിപ്പെടുത്തുകയും വിമാനവാഹിനി കപ്പൽ അടക്കമുള്ള സൈനിക സംഘത്തെ അവിടേക്ക് അയക്കാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞിരുന്നു. ഡൊണാൾഡ് ട്രംപ് ശരിയായ തീരുമാനം എടുക്കാൻ തക്ക ബുദ്ധിമാനാണെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇറാനിൽ നടന്ന സമീപകാല പ്രതിഷേധങ്ങളെ ഭരണകൂട അട്ടിമറിയോടാണ് പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനേയി ഉപമിക്കുന്നത്. അമേരിക്കയുടെ ആക്രമണം ഇറാനിൽ സംഘർഷത്തിന് കാരണമാകുമെന്ന് മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിരുന്നു. അമേരിക്കക്കാർ ഒരു യുദ്ധം ആരംഭിച്ചാൽ ഇത്തവണ അതൊരു പ്രാദേശിക യുദ്ധമാകുമെന്ന് അവർ അറിയണം. ട്രംപിന്റെ ഉത്തരവുകൾ കേട്ട് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കലാപകാരികൾ പോലീസിനെയും സർക്കാർ കേന്ദ്രങ്ങളെയും IRGC കേന്ദ്രങ്ങളെയും ബാങ്കുകളെയും പള്ളികളെയും ആക്രമിച്ചു. അവർ ഖുർആൻ കത്തിച്ചു. അതൊരു അട്ടിമറിയായിരുന്നു. അത് അടിച്ചമർത്തപ്പെട്ടുവെന്നും അയത്തുള്ള അലി ഖമനേയി പറഞ്ഞു. അമേരിക്കൻ മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്നും അമേരിക്ക പുറകോട്ട് പോയി എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇറാനെ ആക്രമിച്ചാൽ തിരിച്ചടി ഭയാനകമായിരിക്കുമെന്നും ഈ തിരിച്ചടി ചെറുക്കാനുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് ഇല്ലെന്നുമാണ് പിന്മാറ്റത്തിന് കാരണമായി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അമേരിക്കൻ ഉദ്യോഗസ്ഥർ വാൾസ്ട്രീറ്റ് ജേർണലിനോട് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ സ്ഥാപിച്ചിട്ടുള്ള താഡ് ഉൾപ്പെടെയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെയും കൂട്ടത്തോടെ ആക്രമണം നടത്താൻ വരുന്ന ഡ്രോണുകളെയും ഫലപ്രദമായി തടയാൻ കഴിയുമോ എന്ന കാര്യത്തിലും അമേരിക്കൻ ഉന്നതർക്ക് സംശയമുണ്ട്. ഇറാനെ ആക്രമിച്ചാൽ മേഖലയിൽ തമ്പടിച്ച എബ്രഹാം ലിങ്കൻ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകൾ, പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങൾ എന്നിവർക്ക് നേരെയും കനത്ത തോതിലുള്ള ആക്രമണമാണ് ഇറാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് മുന്നോടിയായി സൈനികാഭ്യാസങ്ങൾക്കും ഇറാൻ സൈന്യം തുടക്കമിട്ട് കഴിഞ്ഞു. മാത്രമല്ല, സംഘർഷം പൊട്ടി പുറപ്പെട്ടാൽ ഇസ്രയേലിനും അറബ് സഖ്യകക്ഷികൾക്കും മേഖലയിലെ ശരിയായ സംരക്ഷണം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും അമേരിക്കയുടെ ഉത്തരവാദിത്തമാണ്. അതിന് അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ പോലും അമേരിക്കൻ ചേരിവിടാൻ നിർബന്ധിതരാകുകയും ചെയ്യും. അറബ് രാജ്യങ്ങൾ തങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങളാണെന്ന് പറയുമ്പോഴും ആ രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങളും സംവിധാനങ്ങളും ആക്രമിക്കുമെന്നത് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ അറബ് രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും സംശയം ഒന്നുമില്ലതാനും. നാവിക ഉപരോധത്തിലൂടെ ഇറാനെ ദുർബലപ്പെടുത്താം എന്നത് എതിരാളികളുടെ സ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്നാണ് ഇറാന്റെ സായുധ സേന മേധാവിയായ മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസവി പറഞ്ഞിരിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായും തന്ത്രപരമായും ഇറാനെ വളയുക എന്നത് അസാധ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധമെങ്കിൽ യുദ്ധം, അതല്ല ഇനി ചർച്ചയെങ്കിൽ ചർച്ച. എന്താണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് അതാണ് നടക്കുക എന്നാണ് ഇറാൻ നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ യുദ്ധത്തിൽ നിന്നും പിന്മാറുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്.